നമ്മൾ ഉണ്ടാക്കാൻ പോണത് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്കാണ്. ഈവനിങ് സ്നാക്കായിട്ട് മാത്രമല്ല കേട്ടോ, അത് ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയിട്ടും കഴിക്കാം, എളുപ്പത്തിൽ തയ്യാറാക്കാം. 1 കപ്പ് റവ ഉണ്ടെന്നുണ്ടെങ്കിൽ 8 പിടീന്ന് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്കാണ്. ഇതിപ്പോ ഞാൻ 2 തരത്തിൽ ചെയ്യുന്നുണ്ട്, അതാണ് കേട്ടോ ആ കളർ ഡിഫറൻസ്. അപ്പൊ അത് 2 തരത്തിലും ചെയ്ത് നോക്കണം, എളുപ്പത്തിൽ തയ്യാറാക്കാം. ഒറ്റ പ്രാവശ്യം തന്നെ ഈ 2 തരത്തിലും ചെയ്ത് നോക്കാവുന്നേ ഉള്ളൂ. അപ്പൊ നമുക്ക് റെസിപ്പിയാണ്. വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ, ഇപ്പോഴും വളരെ കുറച്ചു പേർക്ക് മാത്രമേ ചാനൽ നോട്ടിഫിക്കേഷൻസ് കിട്ടുന്നുള്ളൂ. അതുകൊണ്ട് നോട്ടിഫിക്കേഷൻസ് കിട്ടാത്തവർ ഇടയ്ക്കൊന്ന് യൂട്യൂബിൽ ചിക്കു സ്റ്റൈൻ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കണേ. എന്നിട്ട് ചാനൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ കയറാൻ സാധിക്കും. അവിടെ വീഡിയോസ് ക്ലിക്ക് ചെയ്താൽ ലേറ്റസ്റ്റ് ആയിട്ടുള്ള എല്ലാ വീഡിയോസും കാണാൻ സാധിക്കും. ഒന്നും മിസ് ചെയ്യില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പൊ നമുക്ക് റെസിപ്പിയിലേക്ക് പോവാം. അപ്പോൾ നമ്മുടെ ഈ ഒരു ഈസി ഈവനിങ് സ്നാക്ക് ഉണ്ടാക്കാനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഒരു തണ്ട് കറിവേപ്പില അരിഞ്ഞതാണ്. കറിവേപ്പില ഒന്ന് മൂത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒരു മീഡിയം സൈസ് സവാള ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഒരു 2 പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞതാണ്, അത് ഇട്ട് കൊടുക്കാം. പച്ചമുളകൊക്കെ എരിവിനനുസരിച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ. അതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ഇഞ്ചിയാണ്. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കുത്തി അരിഞ്ഞതാണ്, ഒരു 1/4 ടീസ്പൂണൊക്കെ ഉണ്ടാവും, അത്ര മതി. അത് ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടങ്ങ് വഴച്ചെടുക്കാം. ഒരുപാടങ്ങ് ബ്രൗൺ കളറൊന്നും ആവണ്ട, വഴന്നു വന്നാൽ മതി. ഇപ്പം ഒരുവിധം വഴന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കാം. ചില്ലി ഫ്ലേക്സ് ഇല്ലെങ്കിലും കുഴപ്പമില്ല, കാശ്മീരി ചില്ലി പൗഡർ ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുത്താൽ മതി. ഇതിലേക്ക് ഞാൻ ഒരു 1/4 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കുകയാണ്, ചെറിയൊരു കളർ കിട്ടാൻ വേണ്ടി. അത് ഇട്ടിട്ട് അങ്ങ് ഇളക്കി ആ മുളക് പൊടിയുടെ പച്ചമണം ഒന്ന് മാറട്ടെ. ഇപ്പം മുളക് പൊടിയുടെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. നമുക്കതിലേക്ക് ഒരു തക്കാളി ചെറുതായിട്ട് നുറുക്കിയതാണ്, അതിട്ട് കൊടുക്കാം. ഇനി ആ തക്കാളി അവിടെ കിടന്ന് നന്നായിട്ടൊന്ന് വഴന്ന് വരണം. അപ്പം നമുക്ക് അടച്ചു വെക്കുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഒന്ന് വഴന്ന് കിട്ടും. ആ സമയത്ത് നമുക്ക് ഒരു മോൾഡ്, ഞാനൊരു കേക്കിന്റെ ട്രേ ആണ് എടുക്കുന്നത്. ഒരു പ്ലേറ്റ്, റൗണ്ടിലുള്ള പ്ലേറ്റ് ആയാലും മതി, ഏതായാലും കുഴപ്പമില്ല. അതിലേക്ക് നമുക്കൊന്ന് ഓയിൽ ഗ്രീസ് ചെയ്ത് വെച്ച് കൊടുക്കാം. ഇടയ്ക്കൊന്ന് തുറന്ന് ഇളക്കി നോക്കാം, അല്ലെങ്കിൽ അടിയിൽ പിടിക്കുന്നുണ്ടോ എന്നൊക്കെ ഒന്ന്. ഇപ്പം നമ്മൾ തക്കാളി ചെറുതായിട്ടല്ലേ അരിഞ്ഞത്, അപ്പം അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ അങ്ങ് വഴന്നിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞതാണ്, അത് ഇട്ട് കൊടുക്കാം. അത് ഇട്ട് ഇളക്കി, അത് മല്ലിയിലയും കൂടെ ഒന്ന് ആവട്ടെ, അത് നമുക്കൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം. അപ്പോൾ 2 മിനിറ്റ് ഒക്കെ ഒന്നായിട്ടുണ്ട്, അത് മതി. നമുക്കൊന്നും കൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കാം. അതൊന്ന് ഇളക്കിയിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ഒരു 1.25 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ആ വെള്ളം ഒന്ന് തിളക്കട്ടെ. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഉപ്പിന്റെ അളവ് എന്ന് പറഞ്ഞാൽ ഈ വെള്ളത്തിന് കുറച്ചൊന്ന് മുന്നിൽ നിൽക്കണം. നമ്മളിപ്പോൾ സാധാരണ ഉപ്പുമാവൊക്കെ ഉണ്ടാക്കുമ്പോൾ ഉപ്പ് ഇടില്ലേ, ആ ഒരു തരത്തിൽ ഇട്ടാൽ മതി. ഒന്ന് തിളച്ച് വരുന്നുണ്ട്. നമുക്ക് അടച്ചു വെച്ച് കുറച്ച് സമയം 2-3 മിനിറ്റ് ഒന്ന് തിളപ്പിക്കാം. അപ്പോൾ അതിൻ്റെ ആ ഒരു മസാലയുടെയൊക്കെ ആ ഒരു ടേസ്റ്റൊക്കെ ആ വെള്ളത്തിലോട്ടങ്ങ് നന്നായിട്ടങ്ങ് ഇറങ്ങി വരണം. അതിന് വേണ്ടിയിട്ടാണ്. ഒരു 3 മിനിറ്റ് ആയിട്ട് തിളയ്ക്കുന്നുണ്ട്, അത് മതി. ഇനി ഇതിലേക്ക് നമുക്ക് കുറേശ്ശെയായിട്ട് റവ ഇട്ട് കൊടുക്കാം. 1 കപ്പ് റവയാണ്, സാധാ വറുത്ത റവയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. നമുക്ക് കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഒരുമിച്ചിട്ട് കട്ട പിടിക്കും. അപ്പോൾ കുറേശ്ശെ ഇട്ടിട്ട് ഇളക്കി അങ്ങ് കൊടുത്താൽ മതി. ഇപ്പം നമ്മൾ ഉപ്പുമാവൊക്കെ ഉണ്ടാക്കുന്ന അതേ രീതിയിൽ തന്നെയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. നന്നായിട്ട് വെള്ളം ഒന്ന് വറ്റിക്കോട്ടെ, ഒരുപാടായി വെള്ളത്തോടെ എടുക്കണ്ട. അത് നമ്മൾ ഉപ്പുമാവാക്കുന്ന പോലെ ആ റവയൊന്ന് വെന്ത് വരട്ടെ. ഒരു മിനിറ്റൊക്കെ ഒന്ന് ഇളക്കിയാൽ മതി, അപ്പോഴത്തേക്ക് അതങ്ങ് ഉരുണ്ടുകൂടി കട്ടയായിട്ട് വന്നോളൂ. അപ്പോൾ ആ വെള്ളമൊക്കെ വറ്റി നന്നായിട്ട് ഉരുണ്ട് വന്നിട്ടുണ്ട്, അത് മതി. ഇനി നമുക്കിത് ഗ്രീസ് ചെയ്ത് വെച്ചിരിക്കുന്ന ട്രേയിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഈ തവി കൊണ്ട് തന്നെ എല്ലാം ഒന്ന് നിരത്തി കൊടുക്കാം. നമുക്ക് ഒരുപോലത്തെ ഒരു ഗ്ലാസ് എടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഒരുപാട് പ്രസ് ചെയ്യേണ്ട, എല്ലാം നല്ല പാക്ക് ചെയ്തിരിക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുകയാണേ. ആയിട്ട് പ്രസ് ചെയ്ത് അപ്പോൾ നന്നായിട്ട് ടൈറ്റായിട്ടിരിക്കും. അപ്പോൾ നമ്മളിത് കട്ട് ചെയ്തെടുക്കാനുള്ളത്. അപ്പോൾ കട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് പൊട്ടിപ്പോവാതെയൊക്കെ ഇരിക്കാൻ വേണ്ടിയാണ്. അതപ്പം പ്രസ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സൈഡൊക്കെ ഒരു സ്പൂൺ കൊണ്ടൊന്ന് ഒതുക്കി നല്ല വൃത്തിയാക്കി കൊടുക്കാം. ഇതർത്ഥം എല്ലാം നല്ല നീറ്റായിട്ട് ഉണ്ട്. നമുക്കിതൊന്ന് തണുക്കാനായിട്ട് വെക്കാം. അതൊരു കൊട്ട കൊണ്ട് അടച്ചു വെച്ച് കൊടുക്കാം കേട്ടോ. പ്ലേറ്റ് കൊണ്ട് അടയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചൊരു ഗ്യാപ്പ് ഇടണം, അല്ലാന്നുണ്ടെങ്കിൽ ആവിവെള്ളം ഇതിലേക്ക് വീഴും. അത് നമുക്ക് കുറച്ച് സമയം ഒന്ന് തണുക്കട്ടെ.
ഇതിപ്പം നന്നായിട്ട് തണുത്തിട്ടുണ്ട്. നന്നായിട്ട് തണുത്തതിന് ശേഷം നമ്മൾ കട്ട് ചെയ്യാവുള്ളൂ, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുക്കാൻ പറ്റില്ല. സൈഡൊക്കെ ഒന്ന് വിരിയിച്ചു കൊടുക്കാം. നമുക്കിത് ഒരു സൈഡിൽ നിന്ന് 4ആയിട്ടങ്ങ് കട്ട് ചെയ്യാണ്. തിരിച്ചും സ്ക്വയറായിട്ട് കട്ട് ചെയ്യാം. നമുക്കിത് തിരിച്ചും കട്ട് ചെയ്ത് വെക്കാം. അപ്പം കട്ട് ചെയ്തിട്ടുണ്ട്. നമുക്കിതൊരു സ്പൂൺ വെച്ചിട്ട് ഒന്ന് പതുക്കെ ഇളക്കി എടുത്താൽ മതി. പെട്ടെന്ന് തന്നെ അങ്ങ് പോകുന്നുള്ളൂ, ബുദ്ധിമുട്ടൊന്നുമില്ല. നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ. നല്ല സ്ക്വയർ പീസസ് ആയിട്ട് നമുക്കെല്ലാം എടുത്ത് വെക്കാം. ഇതിപ്പം എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിപ്പം ഒരു 16 പീസ് ഉണ്ടാവും. അപ്പോൾ നമുക്കിത് ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് വെളിച്ചെണ്ണ ഒന്നും വേണ്ട, കുറച്ച് മതി. നമുക്ക് ഓരോ പീസസ് ആയിട്ട് വെച്ച് കൊടുക്കാം. ഇതിപ്പം ഇതുപോലെ നമ്മൾ ഇതുപോലെ സ്ക്വയർ ആയിട്ട് കട്ട് ചെയ്തിട്ട് ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിൽ ഇട്ടിട്ട് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി കേട്ടോ. 2 ദിവസം വരെ നമുക്ക് ആവശ്യത്തിന് അനുസരിച്ചിട്ട് എടുത്ത് ഫ്രൈ ചെയ്ത് കഴിക്കാവുന്നേ ഉള്ളൂ. ഇപ്പം തന്നെ ഫ്രൈ ചെയ്യണമെന്നൊന്നുമില്ല. ഇപ്പം ഞാൻ ഇപ്പം തന്നെ ഫ്രൈ ചെയ്യാണ് കേട്ടോ. ഇപ്പം നമുക്ക് ഇത് ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയിട്ടും കഴിക്കാം കേട്ടോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ തലേ ദിവസം ഇതുപോലെ ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ രാവിലെ എടുത്ത് ജസ്റ്റ് ഫ്രൈ ചെയ്താൽ മതി, പെട്ടെന്ന് കഴിയും. സൺഡേ ഒക്കെ രാവിലെ ഒരു മടിച്ചിരിക്കുന്ന ദിവസങ്ങളിലൊക്കെ പെട്ടെന്ന് നമുക്ക് രാവിലെ ഒന്നും ഉണ്ടാക്കാനൊന്നും തോന്നില്ല എന്നുണ്ടെങ്കിൽ തലേ ദിവസം ഇതുപോലെ അങ്ങ് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ രാവിലെ എടുത്തൊന്ന് ഫ്രൈ ചെയ്ത് കഴിക്കാം. അത്രയേ ഉള്ളൂ. ഇത് നമുക്ക് സിമ്മിലൊന്നും വിടണ്ട കേട്ടോ. മീഡിയം ഹൈ ഫ്ലെയിമിലിട്ടിട്ട് അങ്ങ് പെട്ടെന്ന് തന്നെ അങ്ങ് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പൊ അത് ആ സൈഡ് ആയിട്ടുണ്ട്. നമുക്കൊന്ന് തിരിച്ചിട്ട് അപ്പൊ ആ സൈഡ് നല്ല ക്രിസ്പി ആയിട്ടുണ്ടാവും കേട്ടോ. പുറം ഭാഗം ആ സൈഡും കൂടെ ഒന്ന് ആവട്ടെ. വേണമെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ആ സൈഡും ആയിട്ടുണ്ട്. നമുക്ക് സൈഡൊന്ന് തിരിച്ചു വെച്ച്, നമ്മുടെ തിക്കായിട്ടാണുള്ളത്, അപ്പോൾ അതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ ഒന്ന് തിരിച്ചു വെച്ച് എല്ലാ സൈഡും ഒന്ന് വേണമെങ്കിലും മുരിച്ചെടുക്കാം. ഇല്ലെങ്കിൽ എന്തെങ്കിലും കുഴപ്പമില്ല, 2 സൈഡ് മാത്രം മുരിഞ്ഞാലും മതി. ഇതപ്പം അത് ആയിട്ടുണ്ട്, നമുക്ക് എടുക്കാം. അപ്പം അത് ആദ്യത്തെ എല്ലാം വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത സെറ്റ് കുറച്ചൊരു ചേഞ്ച് വരുത്തിയിട്ട് ഉണ്ടാക്കാൻ പോവാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് കുറച്ച് മുളക് പൊടി, ഒരു ടീസ്പൂണൊക്കെ മുളക് പൊടി ഇട്ടിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടാം. കുറച്ച് ഉപ്പ്, ഒരുപാട് വേണ്ട, കുറച്ച് മതി. നമുക്കിതിലേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചൊന്ന് കുഴച്ചെടുക്കാം കേട്ടോ. ഒരു മീൻ വറുക്കാൻ വേണ്ടിയിട്ടൊക്കെ എടുക്കുന്ന പോലെ ടൈറ്റ് ആയിട്ടല്ല, കുറച്ച് ലൂസായിട്ട് ഒന്ന് കുഴച്ചെടുക്കാം. ഇതുപോലെ ലൂസായിട്ട് ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത സെറ്റും വെച്ച് കൊടുക്കാം. അപ്പം അതിനുവേണ്ടി കുറച്ചുകൂടെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇപ്പം ഓരോ പീസ് എടുത്ത് ഈ മുളകിൻ്റെ ബാറ്ററിലൊന്ന് കോട്ട് ചെയ്തിട്ട് ഫ്രൈ ചെയ്യാനായിട്ട് വെച്ച് കൊടുക്കുക. നമ്മളിപ്പോൾ മീനൊക്കെ പൊരിക്കാനായിട്ട് വെച്ച് കൊടുക്കില്ലേ, അതുപോലെ. നേരത്തെ ഈ മുളക് കോട്ട് ചെയ്ത് വെക്കണ്ട, ഫ്രൈ ചെയ്യുന്നതിന് തൊട്ട് മുന്നേ ജസ്റ്റ് ഒന്ന് കോട്ട് ചെയ്തിട്ട് ഫ്രൈ ചെയ്യാനിട്ടാൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ അത് മുഴുവനായിട്ട് അങ്ങ് അബ്സോർബ് ആവും. ഇപ്പം സ്പൈസി ആയിട്ടൊക്കെ ഉള്ളത് ഇഷ്ടമുള്ളവർക്ക് ഇങ്ങനെയാട്ടോ നന്നാവുക. ഞാൻ ഒരു തണ്ട് കറിവേപ്പിലയും കൂടി അങ്ങ് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ആ എണ്ണയിൽ കിടന്നിങ്ങനെ കറിവേപ്പിലയുടെ ആ ഒരു ടേസ്റ്റും കൂടെ നമ്മുടെ ഈ സ്നാക്കിന് വരും. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. ഇതിപ്പം ആവട്ടെ. ഇതിപ്പോൾ നമ്മുടെ ആദ്യത്തെ സെറ്റ് റെഡി ആയിട്ടുണ്ട്. ഞാനതൊന്ന് മുറിച്ച് കാണിച്ചു തരാം. ഇത് കണ്ടോ, നല്ല ക്രിസ്പി ആട്ടോ. പുറം ഭാഗമൊക്കെ നല്ല ക്രിസ്പി ആയിട്ടാണ് ഇരിക്കുന്നത്. ഞാനതൊന്ന് മുറിച്ച് കാണിക്കാം. ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. നല്ല ടേസ്റ്റ് ഉണ്ട്. എന്താ പറയുക, ഇത് നമ്മളിപ്പോൾ റവ കൊണ്ട് ഇങ്ങനെ ഇത്രയും പെട്ടെന്ന് ഉണ്ടാക്കിയ ഒരു സ്നാക്കാണെന്നൊന്നും പറയില്ല. ഇതെന്തോ സംഭവമാണെന്ന് തോന്നും. കാരണം പുറമേയൊക്കെ നല്ല ക്രിസ്പി ആയിട്ടായിരിക്കുന്നത്, ഉള്ളിലൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടാണ്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നല്ല ടേസ്റ്റുള്ളൊരു ഈവനിങ് സ്നാക്കാണ്. അപ്പോൾ ഇത് ആ സൈഡ് ആയിട്ടുണ്ട്. നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പം നല്ല മുരിഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതും ആയിട്ടുണ്ട്, നമുക്കെടുക്കാം. നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ, മുളകൊക്കെ ഫ്രൈ ചെയ്തിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ 2 തരത്തിലുള്ള ഈവനിങ് സ്നാക്കും. അപ്പം മുളകിൻ്റെ സ്പൈസി ഒക്കെ ആയിട്ട് ഉള്ളത് ഇഷ്ടമുള്ളവർക്ക് തീർച്ചയായിട്ടും ഈ സ്പൈസി ആയിട്ടുള്ളത് തന്നെയാണ് കേട്ടോ നല്ലത്. 2 തരത്തിലുണ്ടാക്കി നോക്കൂ. ആദ്യം കുറച്ച് ഒരു സെറ്റ് ഇതുപോലെ, ഒരു സെറ്റ് മുളകിട്ടതും ഉണ്ടാക്കി നോക്കും. നല്ല ടേസ്റ്റുള്ളൊരു റെസിപ്പിയാണ്. അപ്പം ഇപ്പം ഇത് ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. മുളക് ഇട്ടത് ഇതും പുറം ഭാഗമൊക്കെ നല്ല ക്രിസ്പി ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. ഉള്ളിൽ നല്ല സോഫ്റ്റ് തന്നെയാണ്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ശരിക്കും എനിക്ക് കുറച്ചുകൂടെ ഇഷ്ടം ഈ മുളകിട്ടതാണ്. കാരണം അതിൻ്റെ ഒരു കുറച്ചുകൂടെ സ്പൈസി ആയിട്ടില്ല. ഒരുപാട് അങ്ങ് ഇതൊന്നുമില്ല. ഞാൻ ഇട്ടത് കാശ്മീരി ചില്ലി പൗഡറാണ്. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് അങ്ങ് എരിവൊന്നുമില്ല. പാകത്തിന് എരിവൊക്കെ ആയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. തീർച്ചയായിട്ടും ഒന്ന് ഉണ്ടാക്കി നോക്കണം. എളുപ്പമല്ലേ ഉണ്ടാക്കാനായിട്ട്.
അപ്പോൾ എത്ര പെട്ടെന്ന് കഴിഞ്ഞു നമ്മുടെ ഈവനിങ് സ്നാക്ക്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുമല്ലോ. വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുകയാണ്. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് അടുത്തൊരു അടിപൊളി റെസിപ്പി ആയിട്ട് കാണാം. അതുവരേക്കും സ്റ്റേ ഹാപ്പി, സ്റ്റേ പോസിറ്റീവ്. ബൈ.